Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ക്രേപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ക്രേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പാൻ ചൂടായ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായ നമുക്കിതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാള വഴന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള വഴന്നിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് വേവിക്കേണ്ടിയൊന്നും ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ല, വേവിച്ചെടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെയും പച്ചമണം മാറണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ക്രേപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ചിടാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. കട്ടൊന്നുമില്ലാതെ തന്നെ നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. കട്ടൊന്നുമില്ലാതെ ഇതുപോലെ തന്നെ ബാറ്റർ തയ്യാറാക്കി എടുക്കണം.
ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാൻ കേക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് ചൂടായ അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് പാൻ കേക്ക് റെഡിയാക്കി എടുക്കാം. ഒരു സൈഡ് വെന്താലും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്കിത് ആയി കിട്ടും. തിരിച്ചിട്ട ഉടനെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പാൻ കേക്ക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇതിൽ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ കേക്കിൻ്റെ നടുക്കലായിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മടക്കിയെടുക്കണം. അപ്പോൾ ആദ്യം രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ മടക്കി വെക്കാം. അതിനുശേഷം മറ്റേ രണ്ട് സൈഡും കൂടി ഇതുപോലെ മടക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലതും ഞാൻ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ വെച്ചിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ബട്ടറിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്രിൽ പാനാണ് വെച്ചിട്ടുള്ളത്. ഈ പാൻ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചാലും മതി. എന്നിട്ട് ഞാൻ അതിൽ കുറച്ച് ബട്ടർ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇത് ഒരുപാട് നേരം ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ടിയൊന്നും ആവശ്യമില്ല. നമുക്കിതൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ ഓൾറെഡി എല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതി.
രണ്ട് സൈഡ് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രേപ്പ് റെഡി ആയിട്ടുണ്ട്. മൊരിയിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും നമുക്കിതുപോലെ മൊരിയിച്ചെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ബട്ടറിൽ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ക്രേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.